ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് ആൻഡ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു യമണ്ടൻ പാത്രം കാണാം. ഈ പാത്രം കാണാത്ത മലയാളികളും ഇന്ത്യക്കാരും ഇന്റർനാഷണൽ ആൾക്കാരും ഇല്ലെന്ന് തന്നെ പറയാം. ഈ പാത്രവും ഈ കാണുന്ന XUV 700 ഈ കാണുന്ന മഹീന്ദ്രയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗിൽ വെച്ചിട്ട് പാത്രത്തിൽ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് കഴിപ്പിച്ച് എല്ലാവരും കൊതിപ്പിക്കുന്ന ഫുഡ് ഇൻ കാറിനെയാണ് നമ്മൾ ഇന്ന് ടെക്കി പോർട്സിൽ കൊണ്ടുവരാൻ പോകുന്നത്. എവിടെ വെൽക്കം ഫുഡ് ഇൻ കാർ. മാത്രം കുറെ നേരം എൻ്റെ ഇത് വിട്ടൊരു കളിയില്ല. അപ്പോ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വീഡിയോ പാർവതി കൊണ്ടുപോയി. സെക്കൻഡ് എക്സ്ക്ലൂസീവ് കിട്ടി ഫേസ് റിവീൽ ചെയ്യാത്ത ഒരു ഫുഡ് ആണ് ഈ കാണുന്നത്. ആഹാരം മാത്രം കാണിച്ച് ആൾക്കാരെ കൊതിപ്പിച്ച് കൊതി കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എങ്ങനെ മനസ്സിലാവും കൊതി കിട്ടിയെന്ന്? അത് വെയിറ്റിരിക്കും മനസ്സിലാവല്ലോ. ഇറങ്ങാതെ തന്നെ ഇരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ വിശേഷങ്ങളും ആൻഡ് ഫുഡ് ഇൻ കാർ ഇരുന്ന് കഴിക്കുന്ന കാർ യെസ് XUV 700 വൈറ്റ് കളർ യെസ് മെയിൻ സാധനം 2023 എഡിഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ സമയത്ത് എടുത്ത സംഭവം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളും ആൻഡ് ഫുഡ് ഇൻ കാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ടെക്കി പോർട്സ് എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക്കി പോർട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം ഇങ്ങനെ പറയാൻ നടക്കുന്നതല്ലാതെ അങ്ങോട്ട് എല്ലാം കൂടെ ഒന്ന് കറക്റ്റായി വരുന്നില്ല. ആൻഡ് ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിൽ ഇന്ന് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ അങ്ങ് റെഡിയാക്കി. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ പോകുന്ന അച്ചൻകോവിൽ. യെസ്, അപ്പോൾ അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിൽ ഇറങ്ങി തെങ്കാശിന്ന് ബിരിയാണിയൊക്കെ. അതെ, ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ആൻഡ് നമുക്ക് ഇൻസ്റ്റയിലേക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ പാത്രമൊക്കെ എവിടെ? പാത്രം ഡിക്കിലുണ്ടോ? എല്ലാ സാധനവും പിടിക്കലുണ്ട്. സാധാരണ ഒരു ബ്ലോഗറിന്റെ വണ്ടിയിൽ എന്താ കാണുന്നത്? ക്യാമറ, ട്രൈപോഡ്, ലാപ്ടോപ്പ്, ഇങ്ങനത്തെ വണ്ടിക്കകത്ത് പാത്രം, പിന്നെന്താ ടിഷ്യൂ, ഹാൻഡ് വാഷ്, പിന്നെ ഗാർബേജ് ബാഗ് എല്ലാം ഉണ്ട്. ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ബിഹൈൻഡ് ദ സീൻസും ആൻഡ് എങ്ങനെയൊക്കെയാണ് പരിപാടികളെന്ന് നമുക്കിന്ന് കണ്ടുപിടിക്കണം. ആൻഡ് വിശേഷങ്ങളും പിന്നെ ഈ കാണുന്ന മഹീന്ദ്ര XUV 700 കുറിച്ച് കുറേ കഥകൾ പറയാനുണ്ട് എന്ന് ഞാനിങ്ങനെ കേട്ടു കുറേ അധികം. അപ്പോൾ എന്തായാലും വണ്ടിക്കകത്തിരുന്ന് ആഹാരം കഴിക്കുന്ന 62,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട് 2 വർഷം കൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ 700 പുതിയതായിട്ട് എടുക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഡീസൽ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ആൻഡ് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മൾ മനോഹരമായ ഏതോ ഒരു കാട്ടിൽ നമ്മളിങ്ങനെ വന്നിപ്പുണ്ട്. കയറിക്കോളൂ. പാത്രം അവിടെ വെക്കാൻ പോകുന്നത് പാത്രം ബാക്കിൽ കഴിക്കുന്നില്ലല്ലോ. ഞാൻ വണ്ടി ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. വൈറ്റ് കളർ ഡ്യുവൽ ടോൺ അല്ല, നോർമൽ എഡിഷൻ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ. ഏത് വേരിയന്റ്? ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ. X7 ലക്ഷറി അല്ല, X7. ഓക്കെ, ലക്ഷറി വരുന്നത്. ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഫുഡ് ഇൻ കാർ എന്നൊക്കെ പറഞ്ഞ റോഡിൽ കൂടെ എപ്പോഴും കിടന്ന് പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. യെസ്, കുറേ അധികം കഥകൾ ഈ വണ്ടിക്ക് പറയാനുണ്ട്. കുറേ അധികം ആഹാര വിശേഷങ്ങൾ ഈ വണ്ടിക്ക് പറയാനുണ്ട്. കയറിക്കോ. ഞങ്ങളിന്ന് ബിരിയാണി, പൊറോട്ട, ചിക്കൻ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി പ്ലാൻ. അതിനുവേണ്ടി ഒറ്റ മൈൻഡിൽ ഇറങ്ങിയേക്കാണ്. എൻ്റെ വണ്ടി അവിടെ അടൂരിട്ടു. അടൂര് കൊട്ടാരക്കര റൂട്ടിലാണ് എപ്പോഴും കാണുന്നത്. എവിടെയാണ് ശരിക്കും വീട്? എവിടെയാണ്? എൻ്റെ വീട് പുത്തൂർ എന്ന് പറയും. പുത്തൂർ അതായത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി പോകുന്ന റൂട്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ അടൂർ വെച്ച് മീറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പം തെങ്കാശിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വണ്ടിയുടെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. ക്ലീൻ. പുറത്തുനിന്നൊന്നും ദൈവം സഹായിച്ച് കാണത്തില്ല. അപ്പോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടട്ടെ. XUV 700 അതിന്റെ വിശേഷത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയുണ്ട് വണ്ടി? XUV 700 വണ്ടി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൂപ്പർ വണ്ടിയാണ്. റൈഡിങ് കംഫർട്ട് നല്ലതാണ്, നല്ല പവർ ഉണ്ട്, നല്ല രസമാണ് ഓടിക്കാൻ. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരിക്കലും എടുക്കാൻ പറയത്തില്ല. അതെന്താ? എടുക്കണ്ട. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയം ഷോറൂമിൽ കളയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു. ടാറ്റയുടെ വണ്ടി അല്ലല്ലോ ഇത്? മഹീന്ദ്ര അല്ലേ? മഹീന്ദ്രയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രണ്ടും കണക്കൊക്കെ തന്നെ. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയം ഷോറൂമിൽ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫ്രീ ടൈമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വണ്ടി വെക്കാം. കാരണം ഞാൻ കൊണ്ടുപോയി മടുത്ത് ഇപ്പൊ അവസാനം ഞാൻ കൊണ്ടുപോകാതാണ്. കംപ്ലൈന്റ് നിലനിർത്തിക്കൊണ്ട് പോവാ. ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം എന്ന് പറയുമ്പോൾ പാട്ടിടുക, സൗണ്ട് ഒരു 10-15 വെക്കുക, ഓടിക്കുക. കേൾക്കത്തില്ലല്ലോ ഒന്നും. അല്ല, മെയിൻ കംപ്ലൈന്റ് എന്താ വണ്ടിക്ക്? മെയിൻ കംപ്ലൈന്റ് ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട് വണ്ടിക്ക്. വണ്ടിക്ക് ലൈക്ക് വണ്ടി എഞ്ചിൻ വൈസ് കംപ്ലൈന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കംപ്ലൈന്റുകളോ ഒന്നുമല്ല. ലൈക്ക് വണ്ടിക്ക് കുറെ സൗണ്ടുകളുണ്ട്, അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട്. ലൈക്ക് എവിടുന്നാന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കുറെ സൗണ്ടുകളുണ്ട്.
അത് മെയിൻ കാര്യം നമ്മളിപ്പോ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഇത് റെക്ടിഫൈ ചെയ്ത് തരുന്ന ഷോറൂമുകാരാണ്. പക്ഷെ അവർക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. അവർ ഒരു വട്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വണ്ടി തിരിച്ചെടുത്തോണ്ട് വരുന്നത്. അങ്ങനെ കൊണ്ടു കൊടുത്തു, വന്നു പോയി, വന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ സ്ഥിരം കൊല്ലമായിരുന്നു. ഞാൻ കൊല്ലത്ത് പോപ്പുലറാണ് കൊടുക്കുന്നത്. സ്ഥിരം വണ്ടി അങ്ങനെ ആയിരുന്നു. പിന്നെ അവസാനമായി എനിക്ക് പിന്നെ മടുത്ത് ഞാൻ പിന്നെ ഒന്നും പറയാതായി. കാരണം നമുക്കൊരു ടൈം വേണ്ടേ. നമുക്ക് എന്നും ഈ വണ്ടിയുടെ പുറകെ ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഷോറൂമിൽ കയറി നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് പറഞ്ഞ് അത് കൊണ്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നിട്ട് അടുത്ത വട്ടം പോകുമ്പം ഈ കംപ്ലൈന്റ് ഉണ്ട്, ഇതിന്റെ കൂടെ പുതിയൊരു കംപ്ലൈന്റും കൂടെ ഉണ്ട്. അങ്ങനെ പോയി വരുവാന്ന് പറയുമ്പം കാരണം ലൈക്ക് ഒരു ദിവസത്തെ മൊത്തത്തിൽ പണിയാ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഷൂട്ട് കാണും, ഷൂട്ടിന് വണ്ടി അവൈലബിൾ ആയിരിക്കത്തില്ല. നമ്മുടെ പരിപാടികളെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുമെന്ന് പറയുമ്പം കുറച്ച് പാടുള്ള കാര്യമാണ്. കുറെ പറഞ്ഞു നോക്കി, പക്ഷെ അവർക്ക് അവരെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ പിന്നെ നമ്മൾ എന്തോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മഹീന്ദ്രയുടെ കംപ്ലൈന്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ലൈക്ക് മഹീന്ദ്രയുടെ കംപ്ലൈന്റ് ഉണ്ട്. കാരണം വണ്ടി പണിഞ്ഞിറക്കുമ്പോഴേ കട്ടും പേസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. കാരണം പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ വരുന്ന പ്രോഡക്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരത്തില്ല. പക്ഷെ അതിലെവിടെങ്കിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതിന്റെ ആയിരിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ആ പ്രശ്നങ്ങൾ അനുഭവിക്കണം നമ്മളാണ്. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പ്രശ്നങ്ങളാണ്. രാവിലെ എടുക്കുമ്പോൾ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, രാവിലെ എടുക്കുമ്പോൾ തൊട്ട് ഓരോ അലാറം പൊട്ട് വണ്ടിക്ക്. ഇവിടുന്ന് ഒരു സൗണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ അപ്പുറത്തുനിന്ന് വേറെ സൗണ്ട് വരും. അപ്പുറത്തുനിന്ന് ആ സൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൗണ്ട് വരും. പിന്നെ വണ്ടി നിർത്തിയിടുമ്പോൾ പലയിടത്തുനിന്നും പല സൗണ്ടുകൾ. ഇല്ല, ഞാനിവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന മുമ്പ് ഞങ്ങളിങ്ങനെ കഥ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഹാരിയർ. ഞാൻ പറഞ്ഞു അവിടെ ഇവിടെയും ഞാൻ പറഞ്ഞു സൺറൂഫിന്റെ ചെറിയ ഇഷ്യൂസ്, സൗണ്ട്, റാറ്റ്ലിംഗ് സൗണ്ട്. അതുണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരാതെടുത്ത് അവിടെ എന്റെ വണ്ടിക്ക് ഇവിടെ സൗണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ സൗണ്ട് ഉണ്ടോ? അത് എനിക്കുണ്ട്. അപ്പൊ ഇപ്പം ടാറ്റയും മഹീന്ദ്രയും ഒരേ മറ്റേ ത്രാസിൽ തൂക്കാവുന്ന സാധനമായി മാറി അല്ലേ? 100%. അപ്പൊ അത്ര ഹാപ്പി ആയിട്ടുള്ള ഓണർ അല്ല. ഒരിക്കലും അല്ല ഹാപ്പി ആയിട്ടുള്ള. വണ്ടി വൈസ് ലൈക്ക് ഞാൻ ഒരിക്കലും വണ്ടി കംപ്ലൈന്റ് പറയത്തില്ല. കാരണം റൈഡിങ് കംഫർട്ട് ഭയങ്കര നല്ല രസം. വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ചോടിക്കാൻ പറ്റും. കാരണം നല്ല ലോങ് ഒക്കെ പോയിട്ട് വന്നാലും നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല. അപ്പം ഞാൻ നല്ല ലോങ് പോയിട്ടുണ്ട്. അത് സിംഗിൾ ആയിട്ട് തന്നെ സിംഗിൾ ഡ്രൈവ് പോയിട്ടുണ്ട്. കംഫർട്ട് വൈസ് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ലൈക്ക് അല്ലാതെ ഈ ഒരു പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. ഷോക്കിന്റെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞോളാം. ഞാൻ അവരെ കൊണ്ട് കാണിക്കുന്നത് ഈ സൗണ്ടിന്റെ ഇഷ്യൂ അല്ലാതെ മേജർ പ്രശ്നമായിട്ട് അതായത് ഈ അല്ലറ ചില്ലറ ഈ ഇന്ത്യൻ മേക്ക് ആയതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ട്. സൗണ്ട് ടാറ്റയ്ക്കായാലും മഹീന്ദ്രയ്ക്കായാലും ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് ഷോറൂമിൽ നിൽക്കുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് ഇത് റെക്ടിഫൈ ചെയ്ത് തരാന്നേ ഉള്ളൂ. പക്ഷെ അവർക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. അവര് ഡോർ പാഡിന്റെ ബീഡിങ് മാറ്റി വെക്കുന്നു, അത് മാറ്റി വെക്കുന്നു, ഇത് മാറ്റി വെക്കുന്നു, മറ്റേത് മാറ്റി വെക്കുന്നു. ഇതൊക്കെ മാറ്റി വെക്കുന്നതല്ലാതെ നമുക്ക് വണ്ടിയുടെ സൗണ്ട് കുറയുന്നോ എടുക്കുന്നോ ഒന്നും ഇല്ല. എന്നിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിക്കും സൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. 5 ലക്ഷം രൂപയുടെ സ്വിഫ്റ്റിന് ഇത്ര സൗണ്ട് ഇല്ലല്ലോ. അതാ എല്ലാ വണ്ടിക്കും ഈ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തോ അവരിങ്ങനെ ഒരു മറുപടി നമ്മളോട് പറയാം. എല്ലാ വണ്ടിക്കും സാറേ ഈ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഇതേ കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ ചുമ്മാ കിട്ടുന്ന പൈസ ഞാൻ അന്ന് എടുത്തപ്പോ എനിക്ക് 29,500. അതല്ല, അതിനെക്കാട്ടി വലിയ കോമഡി വേറൊന്നുണ്ട്. ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രൈസ് കുറച്ച് 1.5 ലക്ഷം. ഈ 1.5 ലക്ഷം രൂപ കുറച്ചത് പോട്ടെ, ഓക്കെ 1.5 ലക്ഷം രൂപ കുറച്ച്. ഈ ഇതിന്റെ ടോപ്പ് വേരിയന്റ് നിലവിലുള്ള ഫീച്ചേഴ്സ് ഞാൻ എടുത്തപ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപ പോവുകയും ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ഫീച്ചേഴ്സ് കുറെ മിസ്സാവുകയും ചെയ്ത്. ചെയ്യാനാന്ന് പറയണേ. അല്ല, അതിപ്പം എല്ലാ കാർ ഓണേഴ്സിനും അവർ മേടിച്ച് കഴിയുമ്പോൾ ഒന്നീ ഫേസ് ലിഫ്റ്റ് വരും, അല്ലെങ്കിൽ പുതിയ ഞാൻ ആക്ച്വലി നോക്കി. ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് സത്യം പറയാം, വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ച് വെയിറ്റ് ചെയ്തായിരുന്നു. അന്ന് മറ്റേ ഡിമാൻഡുള്ള വണ്ടി വന്ന സമയമായിരുന്നു, ഡിമാൻഡുള്ള സമയമായിരുന്നു. അന്ന് പറഞ്ഞ ചിപ്പിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളോ പറഞ്ഞ് വണ്ടി ബുക്ക് ചെയ്ത് ഞാൻ മറ്റേ ലൈക്ക് ഒരു ബ്ലൂ ഉണ്ടല്ലോ, ഡാർക്ക് ബ്ലൂ. എനിക്ക് ആ ബ്ലൂവിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് വൈറ്റ് വലിയ താല്പര്യം. കാരണം വണ്ടി എപ്പോഴും കാണാൻ കുറച്ച് ഡാർക്ക് കളർ ആയിരിക്കും വണ്ടി കാണാൻ രസം. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് നിന്നത്. പക്ഷെ അവിടെ 1 വർഷം വെയിറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും വണ്ടി വരാത്തപ്പം പിന്നെ ഞാൻ വേറെ ഷോറൂമിൽ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വണ്ടി തരാം, വൈറ്റ് വണ്ടി കിടക്കണം. അങ്ങനെ വൈറ്റ് വണ്ടി അത് വേറെ പ്രശ്നമുണ്ട്. കാരണം ഈ വൈറ്റ് വണ്ടി എടുത്തതിന് ശേഷമാണ് ഇതിന്റെ ഫുൾ ബ്ലാക്ക് വണ്ടി. ഇപ്പൊ എബോണി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇന്റീരിയർ ഉൾപ്പെടെ ബ്ലാക്ക്. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോ ഈ വെള്ളം, ഈ വൈറ്റ്
അതിന്റെ ചോദ്യം, ഈ വണ്ടിക്കകത്തിരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെ ഈ വെള്ള വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് എന്റെ മെയിൻ ഡൗട്ട്. ഈ വണ്ടിക്കകത്ത് കയറിയിട്ട് ഏകദേശം 180 വീഡിയോ അടുപ്പിച്ച് എടുത്തു. അതായത് 180 ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഫുഡിന്റെ ഒരു അംശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളറോ അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്തില്ല. സീറ്റിന്റെ അവിടെ ഇല്ല, സ്മെല്ലൊന്നും ഒട്ടുമില്ല. ഞാനത് ചോദിക്കാം, ഞാൻ ഈ ഫുഡ് സാധാരണ നമ്മൾ ഒരു ലേസ് പാക്കറ്റ് പോലും അല്ലെങ്കിൽ ഒരു ഷവർമ പോലും വണ്ടിക്കകത്തിരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് വണ്ടിക്കകത്ത് എപ്പോഴും കാണും. അതെനിക്കിപ്പം ഇപ്പം ഞാൻ ക്ലീൻ ആക്കുന്നതിലുപരി വണ്ടിയുടെ എനിക്ക് അറിഞ്ഞൂടാ എന്താണ്, ലൈക്ക് ബാക്കിയുള്ള വണ്ടികളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഈവൻ ഈ വണ്ടിക്കകത്ത് അങ്ങനെ സ്മെല്ല് നിൽക്കാറില്ല. എയർ ഹോൾ വല്ലതും ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ സത്യം. അവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. കാരണം ഇതിനകത്ത് സ്മെല്ല് നിൽക്കാറില്ല. കാരണം ഇപ്പൊ എന്തൊക്കെ ഫുഡിനകത്ത് ഇരുന്ന് കഴിക്കാത്ത ഫുഡുകളൊന്നും ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക വേറെ പുതിയ ഫുഡിന്. അതേപോലെ കണ്ടന്റുകളായി. കാരണം നമുക്ക് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഓൾമോസ്റ്റ് കിട്ടാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഫുഡ് വരെ നമ്മൾ ഇതിനകത്തിരുന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് കൂടി വണ്ടിക്കകത്ത് ഇതുവരെ ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒന്നുമില്ല. കാരണം അത് മെയിൻ നമ്മൾ വണ്ടി കീപ്പ് ചെയ്യുന്ന നമ്മുടെ കൂടെ എന്താ ക്രൂ ആയിട്ട് വരുന്ന ഒരു മെയിൻ ഒരു ഫാക്ടറാണ്. കാരണം വണ്ടിക്കകത്ത് ഫുഡ് നമ്മൾ ഇനിഷ്യലി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും റിമൈനിങ് വരുവാൻ തന്നെ വണ്ടിക്കകത്ത് കഴിക്കത്തോ എടുക്കത്തൊന്നുമില്ല. വണ്ടി നിർത്തി ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടായിരിക്കും പിന്നെ കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിക്കകത്ത് മാക്സിമം അതുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 പേരുമായിട്ട് പോകുന്നത്. കാരണം എല്ലാം ഹോൾഡ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഹെൽപ്പിന് വേണം. കാരണം വണ്ടിയല്ലേ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാ. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകാനാണെങ്കിൽ ഡോർ തുറക്കണമല്ലോ, അതുപോലെ അവർ തുറക്കാം. അത് ഞാൻ ആലോചിച്ചു. കാരണം ഈ നമ്മളിപ്പോ ഡോർ തുറക്കണം, നമ്മൾ ഈ കയ്യില് ചുമ്മാ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പോലും വണ്ടി ഇരുന്ന് പപ്സ് കഴിച്ചോളൂ ആലോചിച്ചു. പപ്സ് എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഒരു വണ്ടി, പ്രത്യേകിച്ച് വണ്ടി നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഡോറ് തുറക്കരുത്, സ്റ്റിയറിംഗ് തുറമ്പോ തന്നെ കഴിഞ്ഞു. ഭയങ്കര ഒട്ടി ഒരുമാതിരി എണ്ണമായ അതിനകത്തിരുന്ന് മന്തിയും കഴിച്ച് മറ്റു സാധനങ്ങളും കഴിച്ച് മറിച്ചതും കഴിച്ച് ചാറും കപ്പയും എന്തൊക്കെയാ പറയേണ്ടത് എനിക്കും അറിയത്തില്ല. അതുപോലെ ഇന്ന് കഴിച്ചു കഴിയുമ്പോ എന്താ അവസ്ഥയെന്ന്. അപ്പൊ കൂടെ ആളുണ്ടെങ്കിൽ സെറ്റാ. കൂടെ ആള് വേണം, ഇല്ലാതെ പറ്റത്തില്ല. അല്ല, അങ്ങനെയാണ് ഷൂട്ടിങ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്തോണ്ട് മറ്റേ ക്യാമറ എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത്? ഗോപ്രോയോ? അല്ല, ക്യാമറ ഫോൺ തന്നെ ഹോൾഡർ വെച്ചിട്ട് അതായത് POV ഷോട്ടിലായിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സാമഗ്രികളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറ്റുന്നത് ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതും കൂടെ ഞങ്ങളെ കാണിച്ചു തരാം. യെസ്, അപ്പൊ നമ്മളിപ്പോ ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് അച്ചൻകോവിലോട്ട്. ആ റൂട്ട് പോയിട്ട് പൊറോട്ട, ചിക്കൻ കറി ഒന്നുമല്ല അല്ലേ, ബോർഡർ പൊറോട്ടയും ബോർഡർ ചിക്കനും. ബോർഡർ ചിക്കൻ എന്ന് പറയുമ്പോൾ എങ്ങനെ? ബോർഡർ ചിക്കൻ എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്ക് നോർമൽ ചിക്കന്റെ ലെഗ് പീസ് ഉണ്ടല്ലോ, ലെഗ് പീസും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ പീസ് ആയിരിക്കും. നമ്മൾ തന്തൂരിയുടെ പീസ് ഉണ്ടല്ലോ, തന്തൂരിയുടെ പീസ് പോലെ ആയിരിക്കും. ഓവർ മസാല കാര്യങ്ങളൊന്നും കാണത്തില്ല. എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഈവൻ ദോ നൈസ് ഒരു ടേസ്റ്റ് ആണ്. വലിയ മസാല സോഫ്റ്റ് ആയിരിക്കും, ഓൾമോസ്റ്റ് തന്നെ സോഫ്റ്റ് ആണ്. പിന്നെ അവിടുത്തെ എനിക്കിഷ്ടം ഈ ബോർഡർ ചിക്കനെ കാട്ടി എനിക്കിഷ്ടം അവിടുത്തെ ബിരിയാണിയാണ്. ബിരിയാണി കുറച്ചുകൂടെ ബോർഡർ ബിരിയാണി എന്നാണ് പറയുന്നത്. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വരും. ഡിണ്ടിഗലല്ല, ഡിണ്ടിഗൽ എന്ന് പറയുമ്പോൾ കുറച്ച് റൈസ് കുറച്ച് ചെറിയ റൈസാണ്, കുഞ്ഞു റൈസായിരുന്നു. കുറച്ചുകൂടെ ലോങ് ഗ്രെയിൻ റൈസ് ആണ് വരുന്നത്. അപ്പം നൈസാണ്, വലിയ ഓവർ സ്പൈസിനെസ് ഒന്നും ഇല്ല. ഒരു ലൈറ്റ് ഫ്ലേവർ ആണ്, നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് കുറച്ച് ലൈറ്റ് ഫ്ലേവർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ. ഈ റോഡ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഇച്ചിരി ശോകാവസ്ഥയിലുള്ള റോഡാണ് കണ്ട. അതെ, ഇത് ഈ ഇടയ്ക്കാണ് കേട്ടോ ഇത്ര മോശമായത്. ആൾക്കാർ പോയി വന്നപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുമ്പ് വന്നായിരുന്നു. ഓ ഗൈസ്, അങ്ങോട്ട് നോക്കിയ ഒരു വെള്ളത്തിന്റെ സാധനം കണ്ട. അയ്യോ നോക്കണ സാധനം അല്ലെങ്കിൽ കാണത്തില്ല. ഓ നൈസ്, അത് പൊളി. വേണേ ഇറങ്ങാം. ഇവിടെ നിന്ന് ഒരുക്കാൻ തോന്നുന്നു. നമ്മള് ഒരു EV വണ്ടി നിർത്തിയിട്ടാൽ ചെയ്യേണ്ട ബേസിക് ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? എന്താ അവരോട് ചോദിക്കണം, ചാർജ് തീർന്ന് കിടക്കുവാണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും ചോദിക്കണം. ഇതിപ്പോ ഓണർ ഇല്ല, അപ്പൊ വിച്ച് മീൻസ് അവർ വെള്ളത്തിൽ ചില്ലി ഇറങ്ങിയതാ എന്നൊരു EV ഓണർ. ഓക്കെ, കരയുന്ന. കാരണം ഇത് കാടാ ഗൈസ്, അങ്ങോട്ട് പെട്രോൾ പമ്പ് പോലും ഇല്ല. അപ്പൊ പിന്നെ EV സ്റ്റേഷൻ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ അത്രമാത്രം ഒന്നും ഖേദിക്കുന്നില്ല. വണ്ടി എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ഓടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ടെൻഷൻ. വീട്ടിൽ ഇടുമ്പോൾ ഒരു ടെൻഷൻ എനിക്കില്ല. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇപ്പൊ നമുക്ക് 700 കാര്യം പറയാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കൊടും കാടിനകത്തോട്ട് കയറാൻ പോകുന്നു. ചെക്ക് പോസ്റ്റ് ഒക്കെ നമുക്ക് വേണ്ടി തുറന്നു തന്നു. ഓ എന്തോ കോടോ നോക്കി, റബ്ബറാണ് ആണല്ലേ? ഇത്ര ഹൈപ്പ് വേണ്ട. ഓക്കെ, കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ പറയാം. ഞാൻ ഈ റൂട്ടിൽ ഇത്രയും വന്നിട്ടില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കാടെത്തുമ്പോ പറയാം കേട്ടോ. പൈനാപ്പിൾ റബ്ബറും ഒക്കെ. ഓക്കെ ഗൈസ്,
ഗൈസ് നോക്കിയേ ഇവിടെ ഒരു സാധനം. ഓ മൈ ഗോഡ്, പീകോക്ക്. അങ്ങനെ എൻ്റെ വ്ളോഗിലും പീകോക്ക് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. നോക്ക് ഗൈസ്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. നല്ല മനോഹരിയാണോ മനോഹരനാണോ എന്ന് അറിയത്തില്ല. അതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ആണാണോ പെണ്ണാണോ എന്ന്. ഓക്കെ, ഈ ലൊക്കേഷനിൽ വന്നു നമ്മൾ. തെങ്കാശിയിലോട്ട് ഇനിയും അറൗണ്ട് ഒരു എത്ര കിലോമീറ്റർ ആണ്? 20 കിലോമീറ്റർ കൂടെ കാണും. ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു മനോഹരമായ ഒരു സ്പോട്ടിൽ വണ്ടി നിർത്തി. നമ്മളിപ്പോൾ അറൗണ്ട് എത്ര കിലോമീറ്റർ ഓടി കാണും? നമ്മൾ 10 ക്യാമറ അവിടെ കേട്ടോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. യെസ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 2 വർഷമായി. ഈ വണ്ടി അല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 700 അല്ലായിരുന്നെങ്കിൽ വേറെ ഏതോ വണ്ടി എടുത്തേനെ ആ സമയത്ത്? ഏതൊക്കെ വണ്ടിയാണെന്ന് നോക്കി? 700 അല്ലാതെ ഞാൻ നോക്കിയത് ഓൾമോസ്റ്റ് ഈ ഒരു സെക്ഷനുള്ള വണ്ടി എല്ലാം നോക്കിയായിരുന്നു. വേരിയന്റിലുള്ള വണ്ടി എല്ലാം നോക്കിയായിരുന്നു. ഹാരിയർ നോക്കിയായിരുന്നു, സഫാരി നോക്കിയായിരുന്നു, ഹെക്ടർ നോക്കിയായിരുന്നു, ഇന്നോവ നോക്കിയായിരുന്നു. അന്നേരം ക്രിസ്റ്റ ഇല്ല. ക്രിസ്റ്റ അന്ന് ആ സമയത്ത് വലിച്ചിട്ട് ഹൈക്രോസ് ഇറക്കി. ഹൈക്രോസ് നോക്കിയാൽ ഹൈക്രോസ് എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷേ എബോ 30 ആയിരുന്നു. ഹൈബ്രിഡ് അത് താഴെയുള്ള വണ്ടിക്ക് അത് ഫീച്ചേഴ്സും ഒന്നും ഇല്ല. പ്ലെയിൻ സാധനം, സൺറൂഫ് പോലും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ഹാരിയർ ഓടിച്ചു, സഫാരി ഓടിച്ചു. ഹാരിയർ എനിക്ക് ഞാൻ ഈ വണ്ടിയാണ് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വഴി കൂടെ തന്നെ ഞാൻ ഹാരിയർ സഫാരി കൊണ്ടുപോയി. സെയിം റൂട്ടിൽ കൂടെ തന്നെ പോയി. പക്ഷെ എനിക്ക് ഓടിച്ചപ്പം ഇത് ഭയങ്കര സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ലൂസായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. പക്ഷെ മറ്റേ ഭയങ്കര ബൾക്കിനെസ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹാരിയറിന്റെ കാര്യം പറയാം. സ്റ്റിയറിംഗിന് ഇഷ്യൂ ഉണ്ടായിരുന്നു, മറ്റേ കടകട സൗണ്ട് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് വന്നത്. പിന്നെ ഇത് കിട്ടത്തില്ലെന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ വിറ്റസ് എടുക്കത്തുള്ളൂ. നേരെ സെഗ്മെന്റേ മാറും. വിറ്റസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും സെക്കൻഡറി ഒരു വണ്ടി എടുക്കാൻ നോക്കുവാണെങ്കിൽ അത് പോകും ഡെഫിനറ്റ്ലി. ആണല്ലേ? GT. കാരണം എനിക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രീമിയം. കാരണം അത് മാത്രമേ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള വണ്ടി. എനിക്ക് അതിനകത്ത് വലിയ ഹൈറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല. സീറ്റിംഗ് അടിപൊളി. ഞങ്ങൾ ഇടയ്ക്ക് പുറത്ത് കയറും, ഇടയ്ക്ക് അകത്ത് കയറും. ഫുഡ് ഇൻ കാറിന്റെ വീഡിയോസ് കാണുന്നവരിൽ ഒരു 80 to 90% ആൾക്കാരും ഹോസ്റ്റൽ, കോളേജിൽ ലഞ്ച് ടൈമിൽ കാണുന്നവർ, ജോലിക്കിടയിൽ വിശന്നിരിക്കുന്നവർ, രാത്രിയിൽ മിഡ് നൈറ്റ് ക്രേവിങ്സ് തീർക്കാൻ ഈ 4 വിഭാഗം ആൾക്കാരാണ് കൂടുതലും ഫുഡ് ഇൻ കാറിന്റെ വീഡിയോസ് കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സർവേയിൽ നിന്നും. എന്താണ് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് വന്നിട്ടുണ്ടോ? റെസ്പോൺസ് എന്തുവാ? ഏറ്റവും കൂടുതൽ ചേട്ടാ എങ്ങനെ സഹിക്കുന്നു, മേടിച്ചരുവോ അങ്ങനെയാണല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ ഇത്രയും വെറൈറ്റി ഫുഡ് ഒരു 200ഓളം ഫുഡ്സ് കഴിച്ച് കാണുമല്ലോ വണ്ടിക്കകത്തിരുന്നത്. പിന്നെ അപ്പൊ ഇത്രയും കഴിച്ചതില് എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ഫുഡുകൾ കണ്ടുപിടിക്കുന്നത്? ഇത്രയും നല്ല റെസ്റ്റോറന്റിൽ നിന്നാണ് നല്ലത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിക്കാറുണ്ടോ? അങ്ങനെയാണ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി കഴിക്കാറുണ്ട്. അതായത് ഇന്ന ഹോട്ടൽ എന്ന് നോക്കി അതിന് വേണ്ടി തന്നെ പോയി കഴിച്ച് അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് മറ്റേ വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പൊറോട്ട, അത് നമ്മള് അവിടെ പോയി, അത് എല്ലാവർക്കും ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. കാരണം 1 ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും പോയി കഴിക്കാനൊന്നും പറയത്തില്ല. ആ ഒരു സ്പൈസിനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. സാധാരണ സീ ഫുഡ് അല്ലേ? സീ ഫുഡ് ആണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ എന്നുള്ളതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം. അപ്പൊ അതാണ് അവിടുത്തെ ഏറ്റവും എല്ലാരും പോയിട്ട് പ്രിഫർ ചെയ്യുന്ന കഴിക്കാൻ വേണ്ടി. ഇനി ഫുഡ് ഇൻ കാർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് എങ്ങനെയാണ് വന്നത്? സാധാരണ ആൾക്കാർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു, സാധാരണ ആൾക്കാർ പറമ്പിൽ ഇരുന്ന് കഴിക്കുന്നു, റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിക്കുന്നു, വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നു. കാറിനകത്തോട്ട് ഇത് കൊണ്ടുവരാൻ എന്താണ് കാരണം? ഫുഡ് ഇൻ കാറിന് വന്നത് മെയിൻ കാരണം ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ആരും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇഷ്ടംപോലെ ഒരു ഓൺ വേ എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇപ്പൊ 1 മില്യൺ എന്തോ അടുപ്പിച്ചായി. അതുപോലെ ഒരു 2-3 ടീംസിന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫീൽഡിൽ വരാൻ തുടങ്ങി. അപ്പൊ നോക്കിയപ്പം വൈ നോട്ട്, കാരണം നമ്മുടെ നാട്ടിലുള്ള കണ്ടന്റുകളല്ല അവര് ചെയ്യുന്നത്. അവരുടെ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ത്യക്കാരല്ലെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമ്മുടെ നാട്ടിൽ എന്തായാലും ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. സോ ബെറ്റർ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്റ്റാൻഡ് ആവുമല്ലോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ. ചുമ്മാ തമാശക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോയിരുന്ന് എന്തായാലും കഴിക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ ആ പൈസ ഇതിനകത്തോട്ട് ചെലവാക്കിയിട്ട് ചുമ്മാ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു തുടങ്ങിയതാ. നല്ല രീതിയിൽ സ്വീകരിച്ചു. ആദ്യത്തെ വീഡിയോ പക്കാ ഫ്ലോപ്പായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ആംഗിള് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു കാര്യങ്ങളൊക്കെ. കാരണം ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുക, അന്നേരം മനസ്സിലായി എങ്ങനെ വീഡിയോ എടുക്കണ്ടേ, എഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായി. പിന്നെ
ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് വീഡിയോ തൊട്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ ഫുഡ് തന്നെ, പൊറോട്ടയും അവിടെ തന്നെ തുടങ്ങി. വ്യൂസ് ഇട്ടേക്കുന്ന ഫുഡ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ടേക്കുന്ന നമ്മുടെ ഇത് ബക്കറ്റ് ബിരിയാണി 54 അങ്ങാണ്ടായിരുന്നു. 54 മില്യൺ. യെസ്. ഓ 54 മില്യൺ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മാത്രമായിരിക്കത്തില്ലല്ലോ, പുറത്ത്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എവിടെ നിന്നാണ് ഡാഷ്ബോർഡിൽ കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഇന്ത്യയിൽ തന്നെ. അത് ഇന്റർനാഷണൽ ഓഡിയൻസിന്റെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വീഡിയോസ് കാണിക്കാറുണ്ടോ? ദുബായ് അതുപോലെ ഉണ്ടല്ലേ? വെളിയിൽ നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ. അപ്പൊ പ്രവാസികളും ഇതൊക്കെ കണ്ട് വെള്ളം ഇറക്കാറുണ്ട്. ഇല്ല, വെളിയിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് മെയിൻ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈഡായിട്ട് പോകും. കാരണം സൗണ്ട് ഉള്ളപ്പോഴാണല്ലോ നമ്മൾ പർട്ടിക്കുലർ സ്പേസിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി കൊടുക്കുന്നത്, റീജിയൻ വൈസ് ആയിട്ട് പോകുന്നത്. കാരണം ഇപ്പൊ കേരളം മൊത്തമായിട്ടായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം. കാരണം ആർക്കും സൗണ്ട് കേട്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ പോകുന്നത്. ഫുഡ് കണ്ടൊരു എക്സ്പീരിയൻസ്. ഫുഡ് ഇപ്പം ചിക്കൻ ഇപ്പൊ എവിടെ ചെന്നാലും ചിക്കൻ തന്നെ. അത് തന്നെ. അപ്പൊ പിന്നെ ഓക്കെ, അപ്പോൾ ഈ കാറിനകത്ത് അപ്പോൾ നമ്മൾ 700 വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ കാറിനകത്ത് ഇനിയും ചിലപ്പോൾ ചിലപ്പോൾ പറ്റുന്നതും അല്ലെങ്കിൽ ഇനിയിപ്പം ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡ് ഏതായിരിക്കും? എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് സാധിക്കാത്ത ആ ഫുഡ്? പെട്ടെന്ന് സാധിക്കാതെ ഓൾമോസ്റ്റ് അതേ പറയല്ലോ, ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്യാനായിട്ട് ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വണ്ടിക്കകത്ത് കഴിക്കാൻ ഒട്ടകോ ഫുള്ളാടോ പക്ഷെ വണ്ടിക്കകത്ത് കയറാനുള്ള സ്ഥലം കാണും. പാടാ, വേറെ പ്ലേറ്റ് സെറ്റ് ചെയ്യണം. പ്ലേറ്റോ ബാക്കി പുറകിലത്തെ ബാക്കി 2 സീറ്റ് എടുത്ത് കളഞ്ഞിട്ട്. പിന്നെ ഞാൻ വേറെണ്ണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ UBM പോയിട്ട് പെരുന്തറ UBM ഉണ്ടല്ലോ, ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാ. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങള് കൊടൈക്കനാൽ പോയിട്ട് അവിടെ നേരെ UBM ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. അന്ന് ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങള് UBM ചെന്ന് ഇറങ്ങുന്നു, വീഡിയോ എടുക്കുന്നു. ഗൈസ് ഇതാണ് UBM, ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് UBMന്റെ ഡോർ തുറക്കുന്ന വീഡിയോ, ഇല കൊണ്ടിരുന്ന വീഡിയോ, ഇലക്കകത്ത് വെള്ളം തെളിക്കുന്നു, ഇങ്ങനെ വെള്ളമൊക്കെ തുളയ്ക്കുന്നു. എന്നിട്ട് ഓരോ ഡിഷസ് വന്നു. 2-3 ഡിഷസ് വന്നപ്പോഴത്തേക്ക് ഫോൺ താത്ത് വെച്ചു, പിന്നെ അത് കഴിക്കാൻ തുടങ്ങി. ഇതാണ് എന്റെ പ്രശ്നം. സെയിം സത്യം പറയാ, 2-3 ഡിഷ് വന്നപ്പോഴത്തേക്ക് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതിന് ടേസ്റ്റ് നോക്കാം. ഇന്ന് നമ്മള് വീഡിയോ കാർഡ് എടുക്കുവോ? ഗൈസ് ഞാൻ പറയാം, ശരിക്കുള്ള റിയൽ ഫുഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ റിയൽ ആയിട്ട്, മറ്റേ ഫേക്കിന്റെ കാര്യമല്ല പറയുന്നത്, പൈസ മേടിച്ചിട്ട് തന്നെ പൊക്കി പറയുന്ന ആ ടീംസ് അല്ല. റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ഫുഡ് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കത്തില്ല, അവർ ആസ്വദിച്ചിരുന്ന് കഴിക്കും. ആ കൂട്ടത്തിലാണ് ഞാൻ. കാരണം സത്യം പറയാം, അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പക്ഷെ ഈ ഫുഡിങ് കാർ ആയിരിക്കത്തില്ലായിരിക്കും, വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രീതി നോർമൽ ഒരു ഫുഡ് ഗ്രേറ്റർ ആയിട്ട് മാറിയേനെ. പക്ഷെ അന്നത് ചെയ്തില്ല. അന്ന് ഫുഡ് കണ്ടപ്പോ എന്തോ ഫുഡിനോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടിയോണ്ട് വീഡിയോ മാറ്റി വെച്ചിട്ട് ഫുഡ് എടുത്തു. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അങ്ങനെ അതെനിക്ക് പോയി ചെയ്യണമെന്നുണ്ട്. കാരണം അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടാസ്ക് ആണ്. അത് പെരുന്തുറൈ, സേലം ആ റൂട്ട്. നമ്മുടെ മറ്റേ വലിയൊരു ഇലക്കകത്ത് ഒരുപാട് ഡിഷസ് ഇങ്ങനെ ഒരു അമ്മയും മോനും ചെയ്യുന്ന അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ എവിടെ ഇരുന്ന് ചെയ്യുമെന്ന് എനിക്ക് സംശയം. കാരണം ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ക് തന്നെ ഉണ്ട്, അവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഒന്നെങ്കിൽ ബാക്കിൽ ഹൈലക്സ് അല്ല റെന്റിന് എടുത്തിട്ടേ, ഹൈലക്സിന്റെ ബാക്കിൽ വിരിച്ചെങ്കിലും കഴിച്ചു. വേറെ കാര്യമുണ്ട്, സ്റ്റിയറിംഗ് കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ആൾക്കാർക്ക് ഫുഡ് കാണണ്ട, ആൾക്കാർക്ക് സ്റ്റിയറിംഗ് കാണണം. ഞാൻ ഒരു വട്ടം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ വിചാരിച്ച്, മഴയൊക്കെ അല്ലേ, നമുക്ക് ഡിക്കിയൊക്കെ തുറന്നിട്ട് ബാക്കിലിരുന്ന് ഒരു വീഡിയോ എടുക്കാം. ബാക്കിലിരുന്ന് ഒരു വീഡിയോ എടുക്കാം. കപ്പയും ചമ്മന്തിയും ഒക്കെ, കട്ടൻ ചായ തന്നെ. അത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്തൊക്കെ ആറുണ്ടായോണ്ട് നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ മഴയത്ത് വണ്ടി കൊണ്ട് തിരിച്ചൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തയാ. കാര്യമൊന്നുമില്ല, ആൾക്കാർക്ക് സ്റ്റിയറിംഗ് വേണം. അത് കേറുന്നതിന്റെ വ്യത്യാസം മനസ്സിലാവല്ലേ? പിന്നെ നല്ല വൃത്തിക്ക് മനസ്സിലാവും. അല്ല, അതൊരു ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ശീലിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ശീലം പെടത്തില്ലല്ലോ, ആൾക്കാർക്ക് അത് തന്നെ വേണം. അപ്പൊ നമ്മള് ഇടയ്ക്ക് ഒരു കിടിലൻ സ്പോട്ട് കണ്ടു. ഈ സ്ഥലം ഏതാ? താഴെ തെങ്കാശി. നോക്ക്, ഇവിടെ മല ഇറങ്ങി വരുന്ന സ്ഥലത്ത് കണ്ടാ, നോക്ക്, നിങ്ങൾ ഫോണിലൊന്നും നല്ലപോലെ കാണത്തില്ല. ദൂരെ ഒരു തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു ഡാം പോലെ സാധനമുണ്ട്. അവിടെ ഡാമാണ്, എന്ത് പാലോ? ഡാം. പക്ഷെ അത് ഇവിടുന്ന് കാണത്തില്ല. കണ്ടോ, ഇത്രയും വലിയ മല ഇറങ്ങിയാണ് നമ്മളിപ്പോൾ വന്നത്. എങ്ങനെയുണ്ട് സാഗറെ, പറയൂ.
എങ്ങനെയുണ്ട് സാഗറിന്റെ അഭിപ്രായം പറയാം. ഇതുവഴിയൊക്കെ എപ്പോഴും വരാറുണ്ട്? ഏറ്റവും ദൂരെ പോയി കഴിച്ചതിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ദൂരെ പോയി കഴിച്ച ഫുഡിൽ ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതായിരിക്കും? ഏറ്റവും ദൂരെ പോയി കഴിച്ചത് ഐ മീൻ കഴിച്ച ഫുഡുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ UBM ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് സ്പോട്ടാണ്. കാരണം ഫുഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നമ്മൾ ഡെയിലി പോയി കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ സാധനം തരും, എനിക്കൊരു മധുരം ഉള്ളത്. അത് എന്തുവാന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റ് അറിഞ്ഞുകൂടാ. കേസരി പോലെ, പക്ഷെ ഇത് കേസരി ഒന്നുമല്ല, ഡെസേർട്ട് പോലെ ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ച് സൂപ്പർ ആണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടം. കാരണം അത് അത്രയും നോൺ വെജ് കഴിച്ചതിന്റെ ആ ഒരു ചെടിപ്പും മടുപ്പും എല്ലാം കൂടെ ആ ഒരു ഒറ്റ ഡെസേർട്ടിൽ അവർ തീർത്തു തരും. സന്തോഷം. അതുപോലെ തന്നെ വിൽട്ടണിലെ ബീഫ് തേങ്ങാപ്പാൽ അറിയാം, തേങ്ങാപ്പാൽ കറിയാതെ തോന്നുന്നു. വെള്ളം വന്നിട്ടാണ്, ഒന്നും വിചാരിക്കില്ല. വിശക്കുന്നുണ്ടേ, രാവിലെ ഇറങ്ങിയതൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ, 2:30 അപ്പൊ അത് കിടിലൻ ഫുഡായിരുന്നു. അത് എപ്പോഴും ഞങ്ങൾ പറയും. കാരണം ഞാൻ ബീഫിന്റെ വലിയൊരു ഫാനല്ല, എനിക്ക് ചിക്കൻ ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ബീഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കുമല്ലോ. ഒരിക്കലും ബീഫ് അങ്ങനെ വലിയ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് വരാൻ ചാൻസ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബീഫ് എനിക്ക് വലിയൊരു പ്രിഫറൻസ് ഇല്ലാത്തൊരു ഫുഡാണ്. പക്ഷെ എനിക്ക് അവിടുത്തെ ബീഫ് കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കിട്ടില്ല, ഞാൻ ഒന്നോ രണ്ടോ ആരോട് ചോദിച്ചാലും ഞാൻ പറയുന്നൊരു മെയിൻ സ്പോട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡുകളിൽ ഏറ്റവും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു സ്പോട്ടാണ് ഈ വിൽട്ടണിലെ ബീഫ്. വയനാട്. ഓക്കെ, ഒരു പല ടൈപ്പിലുള്ള ഫുഡ് കാറ്റഗറീസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം അറേബ്യൻ അല്ലെങ്കിൽ ചൈനീസ്, ഇപ്പൊ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡ്, അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതിനകത്ത് ഏത് കാറ്റഗറിയാണ് ആൻഡ് അതിലെ ഏറ്റവും ഫേവറേറ്റ് ഏത് ഫുഡാണ്? ഒരു ഫേവറേറ്റ് ഫുഡ് പറയാൻ പറഞ്ഞാൽ. ഫേവറേറ്റ് ഫുഡ് മന്തി. ഫേവറേറ്റ് ഫുഡ് മന്തി. ഞാൻ എടുത്തു പറയാം, മന്തിയാണ് ഫേവറേറ്റ് ഫുഡ്. എങ്കിൽ കൂടി നല്ല മന്തി കിട്ടണം. അല്ലാതെ കേരളൈസ്ഡ് മന്തി എനിക്ക് ഇഷ്ടമല്ല. മലയാളികൾക്ക് സ്പൈസിനെസ്സും കുറച്ച് എരിവും പുളിവും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുരുമുളകും അതും ഇതും വാരിയിട്ട് കുറെ മസാലയും വാരിയിട്ടുണ്ടാക്കുന്ന മന്തി ഉണ്ട്, ഉടായ്പ മന്തി ഉണ്ട്. എനിക്ക് അത് താല്പര്യമില്ല. എനിക്ക് കറക്റ്റ് ഒരു മൈൽഡ് ഫ്ലേവറിലുള്ള, ലൈക്ക് മന്തി എന്ന് പറയുമ്പോൾ തന്നെ മൈൽഡ് ഫ്ലേവറാണ്. മൈൽഡ് ഫ്ലേവർ ചിക്കൻ ആയാലും ലൈക്ക് അതെല്ലാം എനിക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മന്തി അങ്ങനെ എല്ലാ കടകളിലും പോയി മന്തി കഴിക്കാറില്ല. ഞാൻ പോയി കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കടകളിൽ മാത്രമേ ഞാൻ പിന്നെ മന്തി കഴിക്കൂ. കേരളത്തിലെ ടോപ്പ് 5 മന്തി സ്പോട്ട് പറയാൻ പറഞ്ഞാൽ ടോപ്പ് 5 മന്തി സ്പോട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഞങ്ങളുടെ കൊല്ലക്കാരുടെ സ്വന്തം മന്തി മൻസിൽ. ഓക്കെ. ഞാൻ ഈ റീസെന്റ് കഴിച്ചത്, ഞാൻ ഇന്നലെ കൂടെ കഴിച്ചായിരുന്നു. ഇന്നലെ കരുനാഗപ്പള്ളിയിൽ കഴിച്ചതേ ഉള്ളൂ, എന്റെ വീട്ടുകാർ കാണണ്ട. പിന്നെ എറണാകുളം അൽറീം ഉണ്ട്. എറണാകുളം അൽറീം വേറെയും. എറണാകുളത്ത് മാത്രമേ ഉള്ളൂ? എറണാകുളത്ത് മാത്രമല്ല, വേറെ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. ഈ ഒരേ ഫ്രാഞ്ചൈസികൾ അല്ല ഒരേ പേരിലുള്ള പല സ്ഥലത്ത്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ അൽറാസി ലിസ്റ്റിലുണ്ടോ? ലിസ്റ്റിലുണ്ട്. പക്ഷെ അൽറാസിക്ക് ഞാൻ ഇന്നലെ അൽറാസി തിരുവല്ല പോയി കഴിച്ചു. പക്ഷെ അടൂര് അൽറാസിയുടെ ഒരു 2% ടേസ്റ്റ് പോലും അവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് മേ ബി രണ്ടിടത്തും സെൻട്രൽ കിച്ചൺ അല്ലല്ലോ, ലൈക്ക് ഒറ്റ സിംഗിൾ കിച്ചൺ, റെസ്റ്റോറന്റ് ബേസ് ചെയ്ത കിച്ചൺ അല്ലേ. അവിടുത്തെ എന്തെങ്കിലും അവര് യൂസ് ചെയ്യുന്നതിന്റെ അകത്തോ അല്ലെങ്കിൽ ആൾക്കാര് ബ്രാൻഡ് വൈസ് പോകുമ്പോ KFC എവിടെ പോയാലും ഓൾമോസ്റ്റ് ഒരു KFC വൈബ് കിട്ടുമല്ലോ. അത് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അൽറാസിൽ പോവാൻ, അൽറാസിൽ ഞാൻ മന്തിയെക്കാട്ടി കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വേറെ സാധനം ഷവായ പ്ലസ് ബിഷ്വാരി. ഷവായ പ്ലസ് ബിഷ്വാരി, മറ്റേ റൈസ്, പുതിയ റൈസ്. എന്ത് ടേസ്റ്റ് എന്നറിയോ? ഞാൻ ചെല്ലും, ഇപ്പം അടൂർ അൽറാസി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരുടെ. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ, ഞാൻ ചെന്നിരിക്കുമ്പോഴേ എന്നോട് ഓർഡർ ഒന്നും എടുക്കത്തൊന്നുമില്ല. ഒരു ഷവായുടെ ലെഗ് പീസും ബിഷ്വായുടെ റൈസും കൊണ്ട് വെക്കും. അറിയാം, അതേ പറയത്തുള്ളൂ. വേറെ അതില്ലെങ്കിൽ മാത്രമേ മറ്റൊരു ഓപ്ഷനിലേക്ക് ഞാൻ പോകത്തുള്ളൂ എന്നുള്ള. ഫേവറേറ്റ് സ്പോട്ട് ഇപ്പം നിലവിലുള്ളത് അടൂർ അൽറാസിയാ. അടൂർ ഇപ്പം നമുക്കിപ്പോ അടുത്തുള്ളത് സ്വന്തം കടയുണ്ട് അടൂര്. അതുണ്ട്, സ്വന്തമായിട്ടൊരു കട ഉണ്ട് അടൂര്. അത് പറയണ്ടേ? അതെന്ത്? മന്തിയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കട അല്ല, നിങ്ങളെ വീഡിയോസ് കാണുന്ന പല ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ കഫേ ഉണ്ടെന്ന്.
എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് പറയൂ. അവിടെ നല്ല ഒന്നാന്തര ഷവർമ കിട്ടും. ഒന്നാമത്തെ ഷവർമ. അത് ഞാൻ വൈകിട്ട് ഈ വ്ലോഗിന്റെ അവസാനം ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ച് പാഴ്സൽ കൊണ്ടുവന്നുണ്ട്. എനിക്ക് ഷവർമ വേണമെന്ന് പറയുന്നത്. നല്ല ഒതന്റിക് നല്ല കിടില ഷെഫിനെ വിളിച്ച് പുതിയ ചിക്കനൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഷവർമ കിട്ടും. ഷവർമയുടെ കൂടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. പിന്നെ വേറെ പുതിയ കുറെ ഐറ്റംസ് വരാനുണ്ട്. പുതിയ കുറെ ലോഞ്ചസ് ഉണ്ട്. കടയുടെ പേര് ഷവർമർ. ആവുമ്പോ എറണാകുളത്തുണ്ട്. അതായിപ്പോ ഒരു പേര് ലെറ്റർ മാറിയപ്പോ കട വേറെ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ടോപ്പ് 5 മന്തി, രണ്ടാമത്തേത് അൽറീം, മൂന്നാമത്തേത് മൂന്നാമത്തെ അങ്ങനെ കൂട്ടണ്ട. ടോപ്പ് 5 മന്തി മനസ്സിലുണ്ട്, അൽറീം ഉണ്ട്, പിന്നെ അറേബ്യൻ പാലസ് ഉണ്ട്, നെഹദി ഉണ്ട്. അറേബ്യൻ പാലസ് എറണാകുളം. നെഹദി ഉണ്ട്. പിന്നെ ഏതാ നമ്മുടെ ഇതുണ്ട്, അൽറാസി കൂട്ടാം. ഇതാണ് ടോപ്പ് 5 വരുന്നത്. എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഞാൻ ഇതിനകത്ത് മന്തി മനസ്സിലും അൽറാസിലും പോയിട്ടുള്ളൂ, ബാക്കിയുള്ളടത്തും പോയിട്ടില്ല. ഞാൻ അൽറീം പോയിട്ടുണ്ട്, നെഹദി പോയിട്ടുണ്ട്. അൽറീം ഒക്കെ സെറ്റ് ആണല്ലേ? കൊച്ചി മന്തി എന്ന് പറയുമ്പോഴേ എല്ലാവരും അൽറീം അങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇനിയിപ്പോ കുറച്ച് സമയം കൂടെ ഉള്ളൂ. എനിക്ക് വിശക്കുന്നു. ഞാൻ ഇവിടെ ക്യാമറ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്പോട്ടായിട്ടുള്ള റഹ്മത്ത് ബിരിയാണി സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കട കേട്ടോ, ഈ കടയാണ്. ഓ മൈ ഗോഡ്, ദൈവം സഹായിച്ച് ഒരു തുള്ളി സ്ഥലം ഇരിക്കാനില്ല ഗൈസ്. സമയം 3 മണി, വൈകുന്നേരം 3:15 തിരക്കാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പുറത്ത് തിരക്കായതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് അവരുടെ തന്നെ വേറൊരു സ്പോട്ടിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇരുന്നോ. ബോർഡർ ബിരിയാണി എന്താണ് പറയാനുള്ളത്? പറയൂ, കേക്കട്ടെ. നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി. ആക്ച്വലി ഞാൻ പറയാം. ആക്ച്വലി എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കഴിക്കാത്ത ഒരു പ്രത്യേക ടേസ്റ്റ്. എന്നാൽ ഡിണ്ടിഗൽ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്ര മസാല ഓവർ സ്പൈസി ആവാത്ത രീതിയിൽ ഒരു മൈൽഡ് ഫ്ലേവർ സാധനം പോലെ, പക്ഷെ കളറുള്ള നല്ല എണ്ണമുള്ള ബിരിയാണി. പക്ഷെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഉണ്ട്. എവിടെയാണ് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? പറയൂ. റേറ്റിന്റെ കാര്യത്തിൽ ഒരു ബിരിയാണിക്ക് 250 രൂപയാണ് ഒരു ബിരിയാണിക്ക്. എന്നാൽ 250 രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു പീസ് ചിക്കൻ, അത് പീസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ക്വാർട്ടർ പോലെ അല്ലേ? കുഞ്ഞി ക്വാർട്ടർ നമ്മുടെ മന്തിയുടെ ക്വാർട്ടർ പീസ് കുറച്ച് വലുതായിരിക്കും. അതിനെക്കാട്ടി കുറച്ച് തന്തൂരിയുടെ ക്വാർട്ടർ പീസ് ഉണ്ടല്ലോ, കറക്റ്റ് എക്സാക്ട് ആ ഒരു പീസ്. അന്യായ തിരക്കാണ്. ഇതിനും മാത്രം തിരക്ക് വരാൻ ഈ ബിരിയാണിക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പറയൂ ബ്ലോഗർ പറയൂ. ഇതിനു വേണ്ടി ബിരിയാണിക്ക് എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ പണ്ടില്ലേ ഒരു വീഡിയോക്ക് അത് പറഞ്ഞ പോലെ ഒരു സാധനത്തിനോട് ഡിമാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്ന് പറയാൻ ആരും തുനിയത്തില്ല. ഓവർ റേറ്റഡ് ആണെന്ന് പറയാൻ ആരും തുനിയത്തില്ല. വിചാരിക്കും ബാക്കി എല്ലാവരും പോസിറ്റീവ് പറയാം, നമ്മൾ മാത്രം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവില്ലേ? ആ ഒരു ചിന്താഗതിയുടെ മേളിൽ ആരും അങ്ങനെ അത് പറയത്തില്ല. ബിരിയാണി ടേസ്റ്റ് വൈസ് ഈസ് നല്ല അത്യാവശ്യം നല്ലൊരു ബിരിയാണി. എനിക്ക് മീൻസ് പേഴ്സണലി എന്റെ ഓപ്ഷൻ പറയാതെ എനിക്കിഷ്ടം. കാരണം എനിക്ക് വലിയ ഒരുപാട് മസാല ഉള്ള ബിരിയാണി ഒന്നും എനിക്കിഷ്ടം. എനിക്ക് തലശ്ശേരി ദം ബിരിയാണി അല്ലെ കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓവർ കല്യാണ ബിരിയാണി ഒക്കെ നൈസാ. കാരണം ഓവർ ഇതില്ല, ചെടിപ്പ് വരത്തില്ല, മൈൽഡ് നമുക്ക് കഴിച്ചോണ്ടിരിക്കാൻ പറ്റും. അല്ല ഓവർ കുത്തലോ സ്പൈസിനെസ്സോ ഒന്നും. ഇതും അതുപോലെ തന്നെ ഒരു ബിരിയാണിയാണ്. കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് മുട്ടയില്ല, അച്ചാറില്ല, സലാഡ് മാത്രം ഉണ്ട്. കൂട്ടത്തിൽ മറ്റേ ആ ഒഴിക്കുന്ന കറി എന്താ? സാലന. ഓക്കെ, അത് പൊറോട്ട മേടിച്ചാലും ഈ സാധനം മേടിച്ചാലും അതിന്റെ കൂടെ കിട്ടും ഫ്രീ. യെസ്, അത് പക്ഷെ 250 രൂപയ്ക്ക് ഉണ്ടോ? സാഗർ എങ്ങനെ ഉണ്ടായിരുന്നു? നീ പറയൂ, കേക്കട്ടെ ഒറ്റ വാക്കിൽ. 250 രൂപയ്ക്ക് ഇല്ലല്ലോ. ആൾക്കാർ നമ്മളൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിറ്റാലും ആൾക്കാർ ഒന്ന് മേടിക്കും. ഇത് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്? ഇപ്പൊ എവർക്കെന്ന് പറയുമ്പം ഇതിപ്പം റെഗുലർ കസ്റ്റമർ അല്ലത്. ഇവർക്കിത് വൺ ടൈം കസ്റ്റമർ അല്ലെങ്കിൽ വൺ ടൈം എക്സ്പീരിയൻസിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഭൂരിഭാഗം. അല്ല, റെഗുലർ കസ്റ്റമർ ഇവർക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും ചാർജ് ചെയ്യാം. കാരണം ഇന്ന് വരുന്ന ആള് നാളെ വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും ചാർജ് ചെയ്യാം.
അവർ ഇഷ്ടമാവണ ഒരു വട്ടം വന്ന് കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒരു വർഷമോ അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. സോ ദേ ക്യാൻ, അപ്പം അവർക്ക് സിമ്പിളായിട്ട് അത് പറ്റും. അവരത് ചാർജ് ചെയ്യുന്നു, അത് യൂട്ടിലൈസ് ചെയ്യുന്നു. കറക്റ്റ്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. നമുക്കിനി എത്ര കിലോമീറ്റർ കാണും തിരിച്ചങ്ങോട്ട്? തിരിച്ചൊരു 10-70 കിലോമീറ്റർ എന്തായാലും കാണും. 70 കിലോമീറ്റർ തിരിച്ച് എന്തായാലും കാണും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് തെന്മല വഴി അല്ലേ? തെന്മല വഴി, ആര്യങ്കാവ് തെന്മല വഴി ഇറങ്ങി മറ്റേ ആ ട്രെയിൻ അവിടേക്ക് എത്തട്ടെ ഗൈസ്. എന്തെങ്കിലും കാഴ്ച ഉണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്ത് രസമുള്ള സ്ഥലമാണ് ഗൈസ്. നോക്കൂ, വാട്ട് എ ബ്യൂട്ടി. ആ കാണുന്ന മല കണ്ടോ? ഈ ലോറി അല്ല, ആ കാണുന്ന മല കണ്ടോ? ഈ കാണുന്ന കാറ് കണ്ടോ? ഈ കാണുന്ന പാടം കണ്ടോ? യോ I am fear guys. I am not fear because എൻ്റെ കയ്യിലുള്ളത് ഹാരിയർ ഫിയർലെസ് പ്ലസ് 75 ആണ്. കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. ഈ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള എസ് വളവ്. കണ്ട ഗൈസ്, നോക്കൂ. അയ്യാ, ബസ് പോകുന്നു, ലോറി പോകുന്നു, നമ്മുടെ കാർ പോകുന്നു. ഗൈസ്, അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഈ എപ്പിസോഡ് കുറച്ച് വൈൻഡപ്പ് ആവുന്നില്ല, നമ്മൾ ഇനിയും ട്രിപ്പുകൾ പോകും. അതെ, ട്രിപ്പ് പോകാനുണ്ട്. നമുക്ക് റീല് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ഇരുട്ടായി പോയി. നമ്മള് തെങ്കാശി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് കൊള്ളായിരുന്നു. അത് ഒറ്റ മൈൻഡിൽ ഞാൻ വിചാരിച്ചെന്താ അറിയോ, വീട്ടിൽ പറഞ്ഞത് അടൂരിൽ നിന്ന് ഓക്കെ ചിലപ്പോൾ കൊട്ടാരക്കര ഒന്ന് പോകായിരിക്കും, ചിലപ്പോൾ ഒന്ന് കറങ്ങി ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. അവരോട് ചോദിച്ചാൽ സമയം ഉണ്ടല്ലോ വൈകുന്നേരം, ഓക്കെ ഉണ്ട് എന്നൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാം നമ്മൾ അങ്ങോട്ട് പോകുന്നത്, നമ്മള് തെങ്കാശി പോകും. പിന്നല്ല അവിടെ ഒറ്റ മൈൻഡിൽ ഞങ്ങൾ തെങ്കാശി പോയി. അറൗണ്ട് 200 കിലോമീറ്റർ എന്റെ മണ്ടയ്ക്ക് ഓടിയല്ലേ? ഒരു 180 അടുപ്പിച്ചു. 200 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒറ്റ മൈൻഡ് ട്രിപ്പ് പോകുന്നത് അല്ലേ? നിങ്ങൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നി നമ്മളങ്ങ് പോകണം. അല്ല ചുമ്മാ നമ്മൾ നാളത്തേക്ക് വെച്ചോണ്ടിരുന്ന് ചിലപ്പോൾ നടക്കണമൊന്നുമില്ല, തോന്നുവാണെങ്കിൽ പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലം പോകണം ആൻഡ് ഫുഡ് അടിക്കണം, റീൽ ചെയ്യണം. മസ്റ്റ് റീൽ ചെയ്യണം. ആ പാത്രം ഡിക്കി വെച്ചിട്ടുണ്ട്, ആ പാത്രം വെച്ചിട്ട് എനിക്ക് റീൽ ചെയ്യണം. ഉറപ്പായിട്ട് നമ്മൾ വിത്തിൻ 1 month, ഒരു മാസത്തുള്ളിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ട്രിപ്പിന് എന്തായാലും സെറ്റ് ചെയ്യണം. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു ഈ എപ്പിസോഡ് എക്സ്പീരിയൻസ്? വളരെയധികം നല്ലൊരു എപ്പിസോഡായിരുന്നു. അതായത് എല്ലാ രീതിയിലും നല്ലതെന്ന് പറഞ്ഞാ അങ്ങനെ റിയലി നൈസ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ടൈം പോയതേ അറിഞ്ഞില്ല. അതെ, നമ്മൾ ഇത്ര ദൂരം പോയതേ ഒട്ടും എക്സ്പെക്ട് പാട്ട് പോലും വെക്കാം നമ്മള്. പാട്ട് പോലും ഇടില്ല. ഞാനിത് പാട്ടിരുന്നേ, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്തൊരു 12-15 വോളേജിലൊക്കെ പാട്ടിട്ടാൽ മാത്രം ഇതിനകത്ത് വ്യക്തം നല്ല വൃത്തിയായിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറെ സൗണ്ട് കേൾക്കും, ഭയങ്കര ഡിസ്റ്റർബൻസാ. ഇതിനകത്ത് പാട്ടൊന്നും ഇട്ടില്ല. അപ്പം ലൈക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രമാത്രം ഞങ്ങൾ സംസാരിച്ചു പോയത്. എക്സ്പെക്ട് ചെയ്യാതെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ അടൂരിന്ന് കൊട്ടാരക്കര കാണാൻ പോയിട്ട് തിരിച്ചു വന്ന് എവിടെയെങ്കിലും ഫുഡും കഴിച്ച് പോകുന്ന പരിപാടി ആയിരിക്കും ഞാൻ വിചാരിച്ചത്. ഇത്ര ലോങ് പ്രതീക്ഷയില്ല. ഫോൺ ചാർജറിന്റെ കേബിൾ പോലും എടുത്തില്ല, അതുപോലെ നോക്കായിരുന്നു. എനിവേ നല്ലപോലെ എൻജോയ് ചെയ്തു, നൈസ് ഡ്രൈവ് ആയിരുന്നു ആൻഡ് നല്ല ഫുഡ് കഴിച്ചു. ആൻഡ് അതായിരുന്നു ഇന്നത്തെ കാര്യം. ആൻഡ് വണ്ടിയുടെ എക്സ്പീരിയൻസ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓക്കെ യൂസർ ഹാപ്പി ആയിട്ട് നീങ്ങുന്ന ഒരു XUV 700 ഓണറാണ്. ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, സർവീസും കൂടെ ബെറ്റർ അടിപൊളിയായിരുന്നു, കിടിലുമായിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞു ഇപ്പൊ അവിടുത്തെ സർവീസിന്റെ പ്രശ്നം അറിഞ്ഞൂടാ. പിന്നെ ബാക്കിയുള്ള സർവീസ് സെന്റർ എന്ന് പറയുമ്പോൾ ഒന്ന് ട്രിവാൻഡ്രത്താണ്, പിന്നെ ഒന്നുള്ളത് കോട്ടയത്താണ്. അതൊക്കെ നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ EV അല്ല, നമ്മൾ ഡീസലാണ്. നമുക്ക് പൈസ കൊടുത്ത് എണ്ണ അടിച്ചാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വീട്ടിൽ കുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് അതുകൊണ്ട് വേണ്ടി ദൂരെ പോകാൻ പറ്റില്ലെന്ന് അർത്ഥം. അർത്ഥം പോകുന്നത് മാത്രമല്ല, പോയി വരുന്നത് മെനക്കെട്ട പരിപാടിയാണ്. വീട്ടിൽ നിന്ന് ഒരു ദിവസത്തെ പരിപാടിയാണ്. നമ്മളെ ലിറ്ററലി നമ്മളെ ഇല്ലാണ്ടായി പോകും ഒരു ദിവസം. അപ്പൊ അതുകൊണ്ടാണ് കൊല്ലം ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നത്. എനിക്കൊന്നും കൂടെ എന്തുവാണ് നോക്കാം. അപ്പൊ അതാണ്. ആൻഡ് ഇതുവരെ നമ്മള് ഫുഡീൻ കാറിന്റെ ഒറിജിനൽ പേര് പറഞ്ഞില്ല, അതുകൂടെ പറഞ്ഞേക്ക്. സംഭവം പറഞ്ഞിട്ടേ ഇല്ല. എന്റെ പേര് അഖിൽ. ആദ്യമായിട്ടായിരിക്കും വീഡിയോയുടെ അവസാനം കൊണ്ട് പേര് പറയുന്നത്. അഖിൽ കൃഷ്ണ. ഒരു വെറൈറ്റി. അതെ, വെറൈറ്റി ആയിട്ട് കിടന്നോട്ടെ. അപ്പോ ഇതാണ് ഫുഡീൻ കാറിന്റെ ഫേസ്.
എന്തായാലും കാണാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അതെ, വീഡിയോ ഇതുപോലെ ഇന്റർവ്യൂസിന് മാത്രമേ വരത്തുള്ളൂ, അല്ലാത്ത ഈ വണ്ടി ഉണങ്ങി കാണുമായിരിക്കും, മുഖം കാണത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ടെക്കി പോട്ട്സ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തത് ആരെയാണ് കൊണ്ടുവരേണ്ടതെന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഇതുപോലുള്ള ടീംസിനെ ഞാൻ തേടി പിടിച്ച് പോകും, ഇതുപോലെ തേടി പിടിച്ച് വന്ന പോലെ അല്ലേ. അപ്പൊ ശരി ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ പറഞ്ഞു. ബൈ ബൈ.